CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് വിദ്യാഭ്യാസ നിലപാട് CPIയുടെ നിലപാടിനുള്ള കടുത്ത അതൃപ്തിയാണ് അദ്ദേഹം പരസ്യപ്പെടുത്തണം നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതനാകാനോ ഞാനില്ല. അതിന് എൻ്റെ രാഷ്ട്രീയ ബോധം ഇനി അനുവദിക്കുന്നില്ല. ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. അതാണ് LDFൻ്റെ കൈമുതൽ, നാളതിൻ്റെ കരുത്ത്. CPIക്ക് ആ രാഷ്ട്രീയ ബോധമുണ്ട്. TMCയെ സംബന്ധിച്ച് സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. TMCയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ബീബിയും സഖാവ് രവീന്ദ്രൻ മാഷുമാണ്. അവർ പഠിപ്പിക്കട്ടെ. TMC എന്ന പദ്ധതി NEPയുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട ഒന്ന് RSSൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കാൻ CPMൻ്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. ശിവൻകുട്ടിക്ക് രാഷ്ട്രീയ ബോധമില്ല എന്നൊന്നും ഞാൻ പറയില്ല. ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ്. ശിവൻകുട്ടി മാന്യ സുഹൃത്താണ്. ശിവൻകുട്ടി CPM നേതാവാണ്. ശിവൻകുട്ടി ആധുനികനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്. എല്ലാമാണ്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ ഞാനില്ല. ശിവൻകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത്? TMCയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കിടന്നത് BJP രാഷ്ട്രീയമാണ്. അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം അതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. CPIയുടെ നിലപാടായിരിക്കും LDFനും അതായിരിക്കും സ്വീകാര്യം. എന്തായാലും CPMന് അത് മനസ്സിലാകുന്ന ഉറപ്പുണ്ട്. SSKയും TMCയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ടും ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ നിയമപരമായി നേരിട്ടേ തീരും. ആ രാഷ്ട്രീയം LDFനുണ്ട്. ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടും. ഈ രാഷ്ട്രീയ വിജയം എന്ന് അവകാശപ്പെടുന്നത് ശരിയല്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. രാഷ്ട്രീയ വിജയം ആർക്കാണെന്നും പറയാൻ കഴിയുന്ന കാര്യമല്ലത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പലവട്ടം എന്നോട് ചോദിച്ചു, നിങ്ങളെല്ലാം ചോദിച്ചു, ഈ വിജയം CPIയുടെ വിജയമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോൽ വെച്ച് ഇതളക്കാൻ ഞങ്ങളില്ല. ആണെൻ്റെ വാചകം, ഞങ്ങളില്ല. നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, CPI പറയും ഇത് LDFൻ്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയും. ഞാൻ കൂട്ടിച്ചേർത്തു, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, LDFൻ്റെ ഐഡിയോളജിയുടെ വിജയം, LDFൻ്റെ ഐക്യത്തിൻ്റെ വിജയം. ഞാൻ പറഞ്ഞത് അവിടെയാണ് CPI ഇപ്പോഴും നിൽക്കുന്നത്. വരവണ്ണം മാറാതെ, ലവലേശം തെറ്റാതെ CPI പറയുന്നു, ഈ കത്തെഴുതിയ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും CPIയുടെയും CPMൻ്റെയും അടക്കം LDFൻ്റെ വിജയമാണ്. ഈ രാഷ്ട്രീയ വിജയമാണ്. ആ രാഷ്ട്രീയ വിജയം LDFൻ്റെ രാഷ്ട്രീയ ആശയത്തിൻ്റെ വിജയമാണ്. അത് ഇന്ത്യയിലെമ്പാടും TMCക്കെതിരെ പടപെട്ടുന്ന വമ്പിച്ച രാഷ്ട്രീയ ബോധമുള്ള അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും വിജയമാണ്. അത് പറയുമ്പോൾ ഞാൻ AISFനെ കാണുന്നു, SFIയെ കാണുന്നു. അദ്ദേഹത്തിന്റെ ഈ ഘട്ടത്തിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു ആലോചനയില്ലാതെ CPMൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്നും പിന്തുണയില്ലാതെ അദ്ദേഹം പറയുമോ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാരണമാണെങ്കിലും ശരി, ഈ സമയത്ത് ആര് പ്രകോപനമുണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടിയാണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല. CPIക്ക് വലുത്
LDF രാഷ്ട്രീയമാണ്, LDF വിജയമാണ്. ഇന്നലെ ഉപസഭയെ പറ്റി ചോദിച്ചപ്പോൾ താങ്കൾ അത് വളരെ ഗൗരവത്തിൽ പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല, നിസ്സാരവൽക്കരിച്ചു എന്നാണ് പറയുന്നത്. അത് ഉപസമിതിക്ക് ഗൗരവമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഉപസമിതി കൺവീനറായ ശിവൻകുട്ടിക്ക് ആ ബോധ്യമുണ്ടാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നൊരു കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പറയാനുണ്ടാകുമെന്ന് കൂടിയില്ല. നല്ല കാര്യം അദ്ദേഹം പറയട്ടെ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI LDF രാഷ്ട്രീയത്തിൻ്റെ ഐക്യത്തിനോ വിജയത്തിനോ ഭംഗമുണ്ടാക്കുന്ന ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല, അത് മരവിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. അതേപ്പറ്റി CPI പറയട്ടെ, ഞാൻ പറയുന്നില്ല. ശരിയപ്പോ ബിനോയ് വിശ്വമാണ് വളരെ അളന്നു മുറിച്ചുള്ള രാഷ്ട്രീയ പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ശിവൻകുട്ടിക്ക് ഉപദേശം നൽകാൻ താൻ ആളല്ല, മറിച്ച് MA ബേബിക്കും MV ഗോവിന്ദനും അതേക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്, അവർക്കതിനുള്ള കഴിവുണ്ട്, ത്രാണിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ബോധ്യം തനിക്കുണ്ട്, MA ബേബിക്കുണ്ട്, MV ഗോവിന്ദനുണ്ട്, പക്ഷേ ശിവൻകുട്ടിക്കുണ്ടോ ഇല്ല എന്ന് പറയാതെയാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വളരെ അളന്നു മുറിച്ച പ്രസ്താവനയാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ശിവൻകുട്ടി പറഞ്ഞത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല, പദ്ധതിയെ മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, ഇത് ആരുടെയും വിജയമോ പരാജയമോ അല്ല എന്നാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവന. പക്ഷേ ഇത് LDFന്റെ വിജയമാണ് എന്നുള്ള ആ പ്രസ്താവന ബിനോയ് വിശ്വം ആവർത്തിക്കുകയാണ്. അതായത് CPIയുടെ നിലപാട് ഇവിടെ വിജയം വരിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നേരിട്ട് CPI എന്ന് പറയാതെ LDF എന്നുള്ള വാക്കിലൂടെ അദ്ദേഹം പ്രയോഗിക്കുകയാണ്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ വളരെ ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദമായി പറഞ്ഞത്?